അല്ലാഹ് അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടുപേരുണ്ടല്ലോ, ആരൊക്കെയാണ്? പേര് ടൈപ്പ് ചെയ്ത് വിട്. അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. أما بعد. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ റിപ്ലൈ തരണേ. വോയിസ് കേൾക്കുന്നുണ്ടോ? കുട്ടികളല്ലേ കയറിയേക്കുന്ന മുഴുവനും? 4 പേരുണ്ടല്ലോ. പേരെഴുത്. ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ. ആരൊക്കെയാണ് ഓൺലൈനിലുള്ളത്? അപ്പോൾ ലിസാനുൽ ഖുർആൻ്റെ പാഠമാണ് എടുക്കാൻ പോകുന്നത്. ലളിതമായ നിലക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ലിസാനുൽ ഖുർആൻ, അറബി ഭാഷ അല്ലേ? മുഹമ്മദ് അൽ ഹാഫിസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ലിസാനുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഭാഷ എന്നാണ് അർത്ഥം. അപ്പോൾ അറബിയാണ്. അതിലൊന്നാമത്തെ പാഠം. ലിസാനുൽ ഖുർആൻ പൊതുവേ കുട്ടികൾ പറയുന്നത് പ്രയാസമാണെന്നാണ് അധികം കുട്ടികളും പറയാറ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിസാനുൽ ഖുർആൻ. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒന്നാമത്തെ പാഠം ഒന്ന് മനസ്സിലാക്കാം. ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠഭാഗത്ത് പറഞ്ഞേക്കുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നോക്കുന്നില്ലേ? അങ്ങനെ തുടങ്ങി ഒരു 4 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വാക്കുകൾ ഖുലിഖത്ത്, റുഫിഅത്ത്, നുസിബത്ത്, സുത്തിഹത്ത് എന്നിവയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് തരും. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ, ഇത് യൂട്യൂബിലുണ്ടാവും, ലൈവ് ഉണ്ടാവും, സേവ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും കേട്ടിട്ട് മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടി കേൾക്കാം. ഒന്നാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫിഅലുകൾ 2 വിഭാഗമാണ്. ഇതാണ് ഒന്നാമത്തെ പാഠഭാഗം. ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പറയുന്നത് ഫിഅലുകൾ 2 വിഭാഗമാണ്. ഒന്ന് മഅറൂഫ്, ഒന്ന് മജ്ഹൂല്. മഅറൂഫായ ഫിഅല്, മജ്ഹൂലായ ഫിഅല്. ഇതാണ് ഒന്നാമത്തെ പാഠഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. കണ്ടോ? ആ പാഠത്തിൽ 100,000 കാര്യങ്ങളൊന്നുമില്ല. എന്താണ് മഅറൂഫ്, എന്താണ് മജ്ഹൂൽ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട പാഠഭാഗം നമ്മൾ മനസ്സിലാക്കി. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു പ്രവൃത്തി ചെയ്തത് അറിയപ്പെടുന്നുണ്ട് എങ്കിൽ, ഒരു പ്രവൃത്തിയോടൊപ്പം തന്നെ ആ പ്രവൃത്തി ചെയ്ത ആളെയും പറയുന്നുണ്ട് എങ്കിൽ മഅറൂഫ് എന്നാ പറയുക. ഒരു പ്രവൃത്തിയോടൊപ്പം തന്നെ, ഫിഅലിനോടൊപ്പം തന്നെ ഫാഇലിനെ പറയുന്നുണ്ട് എങ്കിൽ അതിനെ മഅറൂഫ് എന്ന് പറയും. കണ്ടോ? എളുപ്പമാണ്, അത്രയേ ഉള്ളൂ. ഫിഅലിനോടൊപ്പം ഫാഇലിനെ പറയുന്നില്ലെങ്കിൽ മജ്ഹൂൽ. അത്ര തന്നെ, പാഠം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പാഠം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഅലിനോടൊപ്പം ഫാഇലിനെ പറഞ്ഞാൽ അത് മഅറൂഫാണ്. ഫിഅലിനോടൊപ്പം ഫാഇലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മജ്ഹൂലാണ്. അതാണ് ഫിഅലുകൾ. ഉസ്താദേ, സ്റ്റെക്കാകുന്നുണ്ട്. എന്താണോ വോയിസാണോ സ്റ്റെക്കാകുന്നത്? എക്കോ ഓഫ് ആക്കാം. ഇത് നോക്കട്ടോ. അപ്പോൾ പറഞ്ഞത് ഫിഅലിനോടൊപ്പം ഫാഇലിനെ പറയുന്നുണ്ട് എങ്കിൽ അത് മഅറൂഫാണ്. ഫിഅലിനോടൊപ്പം ഫാഇലിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ മജ്ഹൂലാണ്. അപ്പോൾ ശരിയായോ?
അതിന് അറബിയിൽ പറയുന്നതാണ് കിതാബിലുള്ളത്, ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫാഇലുഹു യുസമ്മ മഅറൂഫൻ. ഫിഇലിനോടൊപ്പം ഫായിലിനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് മഅറൂഫ് എന്ന് പറയും. അപ്പൊ ഇല്ല, ഫിഇലിനോടൊപ്പം ഫായിലിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ മജ്ഹൂലൻ യുസമ്മ മജ്ഹൂലൻ, മജ്ഹൂല് എന്ന് പറയും. അപ്പൊ മഅറൂഫ് എന്ത്, മജ്ഹൂല് എന്ത്, ഇതാണ് ആ പാഠഭാഗത്ത് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫായില് അറിയപ്പെടാത്തതാണ്. അതായത് ഫിഇലിനോടൊപ്പം ഫായിൽ ഉണ്ടാവില്ല. അപ്പൊ ഫിഇല് മാത്രം, ഫിഇലിനോടൊപ്പം തന്നെ എന്താണ്, ഫിഇലിനോടൊപ്പം ഫായില് പറയപ്പെടാതെ വരുമ്പോ ഫായിലിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. ഫായിലിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. അതിനാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. ആ പാഠത്തില് അൻ നായിബു അനിൽ ഫായിലി എന്നാണ് പാഠത്തിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് റെഡില്, അൻ നായിബു അനിൽ ഫായിലി. അപ്പോ മഅറൂഫ് എന്താണെന്ന് മനസ്സിലായി, മജ്ഹൂല് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നായിബ് ഫായിലാണ്. നായിബ് ഫായിൽ എവിടെ വരുന്നത്? മഅറൂഫിൽ ഇല്ല. മഅറൂഫായ ഫിഇലിൽ നായിബ് ഫായിൽ ഇല്ല. കാരണം എന്താണ്? നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ തൊട്ട് പകരം വരുന്നത് എന്നാണ്. ഫായിൽ ഇല്ലാത്തപ്പോഴാണ് ഫായിലിനെ തൊട്ട് പകരം വരുള്ളൂ. ഫിഇലിനോടൊപ്പം ഫായിലിനെ പറയുന്നതാണ് മഅറൂഫായ ഫിഇല്. ശരിക്കും മനസ്സിലാക്കണം. പാഠം മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണണം. ഫിഇലിനോടൊപ്പം ഫായില് പറയുന്നതാണ് നായിബ് മഅറൂഫായ ഫിഇല്. ഫിഇലിനോടൊപ്പം ഫായില് പറയാത്തതാണ് മജ്ഹൂലായ ഫിഇല്. അപ്പോ നായിബ് ഫായിൽ വരുന്നത് എവിടെയാണ്? ഫായിലിനെ തൊട്ട് പകരം വരുന്നത് ഫായിൽ ഇല്ലാത്തടത്താണ്. അപ്പോ മജ്ഹൂലായ ഫിഇലാണ് നായിബ് ഫായിൽ വരിക. ശ്രദ്ധിക്കുക. കണ്ടോ, ഇദാ കാനൽ ഫിഇലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫാഇലി. ശ്രദ്ധിച്ചേ, പാഠം തീർന്നു. ഇപ്പൊ എത്ര? 8 മിനിറ്റ്. 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പാഠം തീർക്കാണ്. ശ്രദ്ധിച്ചേ, അതായത് മജ്ഹൂലായ ഫിഇല് എന്ന് പറഞ്ഞാൽ ഫായിൽ ഇല്ലാത്തതാണല്ലോ, ഫായിലിനെ അറിയപ്പെടാത്തത്. അപ്പോ ഈ ഫായിലിന്റെ സ്ഥാനത്തേക്ക് മഫ്ഊല് വരും. ഫായിലിന്റെ സ്ഥാനത്തേക്ക് ഫായിലിന് പകരമായിട്ട് മഫ്ഊല് വരും. ഇതിനാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. ഫായിലിനെ തൊട്ട് പകരം വരുന്നതിനാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. എല്ലാത്തിനും ഓരോ ഉദാഹരണം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മഅറൂഫായ ഫിഇലിന് ഉദാഹരണം, ലറബൽ ഉസ്താദു സൈദൻ. ഉസ്താദ് സൈദിനെ അടിച്ചു. അപ്പോ ലറബ എന്ന ഫിഇലിന്റെ ഫാഇല്, ലറബ അടിച്ചത് ഉസ്താദാണ്. ആരെ അടിച്ചത്? സൈദൻ, സൈദിനെയാണ് അടിച്ചത്. ഇനി ലുരിബ സൈദുൻ, സൈദ് അടിക്കപ്പെട്ടു. അവിടെ അർത്ഥം പറയുന്നത് സൈദ് അടിക്കപ്പെട്ടു എന്നാണ്. അടിച്ച ആള് ആരാണെന്ന് അറിയുന്നില്ല, അതിനെയാണ് മജ്ഹൂൽ എന്ന് പറയുന്നത്. ലുരിബ സൈദുൻ, സൈദ് അടിക്കപ്പെട്ടു. അപ്പൊ ശ്രദ്ധിച്ചോ, ഈ ലറബൽ ഉസ്താദു സൈദൻ എന്നുള്ളിടത്ത് ഉസ്താദ് മാറിപ്പോയി, ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് സൈദ് വന്നപ്പോഴാണ് അതിന് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാം അതിൽ പെട്ടു, എല്ലാ ഉദാഹരണങ്ങളും വന്നു. ലറബൽ ഉസ്താദു സൈദൻ എന്നത് മഅറൂഫായ ഫിഇലിന്റെ ഉദാഹരണമാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫാഇലിൻ അറിയപ്പെടുന്നത്. ലുരിബ സൈദുൻ എന്നത് മജ്ഹൂലായ ഫിഇലിന്റെ ഉദാഹരണമാണ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ അറിയപ്പെടാത്തത്. ഫായിലിനെ അറിയപ്പെടാത്തത് എന്നതുകൊണ്ട് തന്നെ അപ്പൊ ഫായിലിന്റെ സ്ഥാനത്തേക്ക് ആര് വന്നു? സൈദൻ എന്ന മഫ്ഊല് വന്നു. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഇനി ആ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഅറൂഫായ ഫിഇലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കേണ്ടതെന്ന്. മഅറൂഫായ ഫിഇലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കേണ്ടത്, ഇതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഅല, ഉദാഹരണം ഫഅല എന്ന മാളിയാണ്. അതിനെ മജ്ഹൂലാക്കണമെങ്കിൽ ഫാഫിഇലിന് ലമ്മും ഐൻ ഫിഇലിന് കസ്റും കൊടുത്താൽ മതി. ഫഅല എന്നത് ഫുഇലയാകുമ്പോൾ മജ്ഹൂലായി. ഫാഫിഇലിന് ലമ്മും ഐൻ ഫിഇലിന് കസ്റും കൊടുത്താൽ മാളിയിൽ മജ്ഹൂലാക്കാൻ പറ്റും. എഴുതി വായിച്ച് പഠിച്ചോളുക. മുലാരിയിൽ മജ്ഹൂലാക്കണമെങ്കിലോ മുലാരിന്റെ അടയാളത്തിന് ലമ്മും അവസാനത്തിനുമുള്ളതിന് ഫത്ഹും കൊടുക്കുക. യുഫ്അലു എന്നാണ്. യഫ്അലു എന്നാണല്ലോ മുലാരി, അതിന്റെ മജ്ഹൂല് യുഫ്അലു എന്നാണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി? മഅറൂഫായ ഫിഇൽ എന്താണെന്ന് മനസ്സിലാക്കി, മജ്ഹൂൽ എന്താണെന്ന് മനസ്സിലാക്കി, നായിബ് ഫായിലിനെ മനസ്സിലാക്കി.
പിന്നെയോ മഅറൂഫായ ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ആ പാഠഭാഗത്ത് അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ പറഞ്ഞാൽ അടുത്ത ദിവസം അത് ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നാളെയും 9 മണിക്ക് ക്ലാസ് ഉണ്ടാവും. കഴിയുന്നവർ എന്ത് ചെയ്യുക, ഓൺലൈനിൽ വരിക. ഇനി രണ്ടാമത്തെ പാഠം മഫ്ഊല് ഫീഹിയാണ്. രണ്ടാമത്തെ പാഠം ഇതുപോലെ തന്നെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക, എന്നിട്ട് അത് വായിച്ച് പഠിക്കുക. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇലി ഔ മക്കാനിഹി, ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിനെ സംബന്ധിച്ച് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മഫ്ഊല് ഫീഹി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇൽ സംഭവിച്ച കാലം അല്ലെങ്കിൽ ഫിഇൽ സംഭവിച്ച സ്ഥലം, ഇതിനെയാണ് മഫ്ഊല് ഫീഹി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ നിർവചനമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഫസ്റ്റത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. റഹൽതു ഇലാ ബഗ്ദാദ ബുക്രത്ത യൗമിൽ ഖമീസി, വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ഞാൻ ബഗ്ദാദിലേക്ക് യാത്ര പോയി. വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ, കണ്ടോ, പ്രഭാതം എന്ന് പറഞ്ഞാൽ അതൊരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ബുക്രത്ത് എന്നത് വന്നതുകൊണ്ട് അത് മഫ്ഊല് ഫീഹിയാണ്. ഇനി മശൈത്തു ഖൽഫ അഖി, എന്റെ സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു. ആ ഉദാഹരണത്തിന്റെ ഏറ്റവും അവസാനം കണ്ടോ, മശൈത്തു ഖൽഫ അഖി, സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു. അപ്പൊ ഖൽഫ അഖി, ഖൽഫ പിറകിലാണ് നടന്നത്. അപ്പോ മക്കാൻ, നടക്കൽ സംഭവിച്ച ആ സ്ഥാനം, അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് എന്താണ്, മഫ്ഊല് ഫീഹിയാണ്. പരീക്ഷയ്ക്ക് വരുമ്പോ മഫ്ഊല് ഫീഹി ഏതാണ്, ഏതെങ്കിലും എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സമാനോ മക്കാനോ, ഏതെങ്കിലും സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഉദാഹരണം ഉണ്ടോ എന്ന് നോക്കുക. സൂപ്പർവൈസറോട് എന്ത് ചെയ്യണം, അതിന്റെ അർത്ഥം ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അർത്ഥം മനസ്സിലാക്കണം. പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഓരോ ഉദാഹരണങ്ങൾ നോക്കുക. ഓരോ ഉദാഹരണങ്ങൾ നോക്കി, ബുക്രത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ, ലൈലത്ത എന്ന് പറഞ്ഞാൽ രാത്രി, ഇന്ദ എന്ന് പറഞ്ഞാൽ സമീപത്ത്. അപ്പൊ എന്തായി, അത് മഫ്ഊല് ഫീഹി ആണത്, മക്കാനാണ്. യൗമൽ അഹദ്, ഞായറാഴ്ച ദിവസം. മശൈത്തു ഖൽഫ അഖി, സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു. അപ്പോ ഇതൊക്കെ മഫ്ഊല് ഫീഹിയാണ്. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, എളുപ്പത്തിൽ മനസ്സിലാക്കാം. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ സമാന്റെയോ മക്കാന്റെ മേൽ ഒരു ഫിഇൽ സംഭവിച്ച സ്ഥലത്തെയോ സമയത്തെയോ അറിയിക്കുന്നതാണ് മഫ്ഊല് ഫീഹി. അത്രയേ ഉള്ളൂ. ആ പാഠം അങ്ങനെയാണ്. പിന്നെ മഫ്ഊല് ഫീഹിക്ക് ഇറാബ് നസ്ബാണ്. അപ്പൊ ആ പാഠത്തിൽ ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിച്ചോ, ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ മേലോ സ്ഥലത്തിന്റെ മേലോ, ഒരു പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേലോ സ്ഥലത്തിന്റെ മേലോ അറിയിക്കുന്നതിനാണ് മഫ്ഊല് ഫീഹി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാഠം കൂടി എടുത്തിട്ട് നമുക്ക് ഇന്ന് നിർത്താം, അല്ലേ? അല്ല, നാലാമത്തെ പാഠം കൂടി എടുക്കാം. മൂന്നാമത്തെ പാഠത്തിൽ മഫ്ഊല് ലഹു ആണ്. മഫ്ഊല് ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി സംഭവിക്കാൻ കാരണത്തെ വിശദീകരിക്കുന്നതാണ് മഫ്ഊല് ലഹു. ശ്രദ്ധിക്കണേ, മഫ്ഊല് ലഹു, മഫ്ഊല് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ അതിലൊരു ആ പ്രവൃത്തി സംഭവിക്കാൻ കാരണം എന്താണ്, അതിനെ വിശദീകരിക്കാനായിട്ടായിരിക്കും മഫ്ഊല് ലഹു ഉണ്ടാവുക. അതിനാണ് ഉദാഹരണം നോക്കാം. ആദ്യത്തെ ഉദാഹരണം നോക്കിയേ, ജാ അൽ ഉസ്താദു ഫഖുംന ഇജ്ലാലൻ ലഹു. ഉദാഹരണം കണ്ടില്ലേ? അതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് ഈ മഫ്ഊല് ലഹു എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജാ അൽ ഉസ്താദു, ഉസ്താദ് വന്നു. ഫഖുംന, അപ്പൊ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഇജ്ലാലൻ ലഹു, ഉസ്താദിനെ ബഹുമാനിച്ചിട്ട്. അപ്പോ ഫിഇൽ ഏതാണ്? എഴുന്നേറ്റ് നിൽക്കുക എന്നതാണ് ഫിഇൽ. എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ഫിഇൽ. ആ ഫിഇൽ സംഭവിച്ചതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് വന്നേക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇജ്ലാലൻ ലഹു,
ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പോ പരീക്ഷയിൽ ഒരു ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് മഫ്ഊല് ലഹു എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ വിശദീകരിച്ചുകൊണ്ട് ഒരു മഫ്ഊല് ഫീഹി മഫ്ഊല് വന്നിട്ടുണ്ടെങ്കിൽ അത് മഫ്ഊല് ലഹു ആണ്. നോക്കൂ, മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഇലി അല്ലദി ഖബ്ലഹു. ആ മഫ്ഊലിന് മുമ്പ് സംഭവിച്ചേക്കുന്ന ഫിഇലിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ആ മഫ്ഊൽ ഉണ്ടാവുക. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ അതാണ്. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഊലിന് മുമ്പ് വന്നേക്കുന്ന ആ ഫിഇലിനെ വിശദീകരിക്കാനായിട്ട് വന്നേക്കുന്ന മസ്ദർ. മസ്ദർ എന്ന് പറഞ്ഞാൽ ക്രിയാധാതു ആയിരിക്കും. മഫ്ഊൽ ലഹു എപ്പോഴും ക്രിയാധാതു ആയിരിക്കും. ഇജ്ലാലൻ എന്നത് ക്രിയാധാതുവാണ്. അജ്ലല യുജ്ലിലു ഇജ്ലാലൻ എന്നത് ക്രിയാധാതുവാണ്. അപ്പൊ അത് എന്താണെന്ന്, മസ്ദർ എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിന് മുമ്പുള്ള ഫിഇലിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കുന്ന മസ്ദറാണ് എന്ത് ചെയ്യുന്നത്? മഫ്ഊല് ലഹു ആയിട്ട് ഉപയോഗിക്കുന്നത്. അത്രയും കാര്യം മനസ്സിലാക്കുക. മഫ്ഊൽ ലഹുവിനും മഫ്ഊലിനൊക്കെ ഇറാബ് എന്താണ്? നസ്ബാണ്. അതും ഓർത്തു വെക്കുക. മഫ്ഊല് ഫീഹി നമ്മൾ പഠിച്ചു, അതിന് നസ്ബാണ്. മഫ്ഊൽ ലഹുവിനും നസ്ബാണ്. ക്ലാസ് യൂട്യൂബിൽ ഉണ്ടാകും. മനസ്സിലാകാത്തവർ ഒന്നുകൂടി കാണുക. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് മഫ്ഊല് ലഹു എന്നാൽ എന്താണ് ഉസ്താദേ? ഒന്നുകൂടി പറഞ്ഞു തരുമോ? മഫ്ഊല് ലഹു എന്ന് പറഞ്ഞാൽ അതായത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെട്ടതെന്നാണ് അതിന്റെ അർത്ഥം. ലഹു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉദാഹരണം നോക്ക്. ജാ അൽ ഉസ്താദു വന്നു. ഫഖുംന, അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഇജ്ലാലൻ ലഹു, ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പോൾ നിന്നത് എന്തിനു വേണ്ടിയാണെന്ന് വിശദീകരിച്ചതാണ്. അതാണ് ഇജ്ലാലൻ ലഹു. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചതിന് എന്തിനു വേണ്ടി എന്ന് വിശദീകരിക്കാൻ വരുമ്പോഴാണ് മഫ്ഊൽ ലഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഉദാഹരണം നോക്കിക്കോ. ദഅൽ ഉസ്താദ് ദുആ ചെയ്തു. എന്തിനു വേണ്ടിയാ ദുആ ചെയ്തത്? റഗ്ബത്തൻ ഫി ശിഫാഇ, രോഗശമനത്തെ ആഗ്രഹിച്ചിട്ട്. അപ്പോ ദുആ ചെയ്തത് എന്തിനാണ് എന്ന കാരണം വ്യക്തമാക്കാൻ വേണ്ടിയാണ് റഗ്ബത്തൻ എന്ന മസ്ദർ വന്നേക്കുന്നത്. അപ്പോ റഗ്ബത്തൻ എന്താണ്? മഫ്ഊല് ലഹു ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നോക്കിയേ, ഇജ്ലാലൻ ലഹു, ആ ഉദാഹരണം നമുക്ക് എടുക്കാം. ഉസ്താദ് വന്നു, അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഇജ്ലാലൻ ലഹു, ഉസ്താദിനെ ബഹുമാനിച്ചിട്ട്. അപ്പോ ഈ ഇജ്ലാലൻ എന്നത് എന്താണ്? നമുക്ക് നമ്മളോട് ചോദിക്കാലോ, ഇജ്ലാലൻ എന്നുള്ളത് എന്താണ്? ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് ഒരു കാലവുമായിട്ട് ബന്ധമുള്ളതല്ല, ഒരു സ്ഥലവുമായിട്ട് ബന്ധമുള്ളതല്ല. കാലവുമായിട്ട് ബന്ധമുള്ളതാണ്, സ്ഥലവുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ എന്ത് മഫ്ഊലായിരിക്കും? അത് മഫ്ഊല് ഫീഹി ആയിരിക്കും. കാലവുമായിട്ട് ബന്ധമില്ല, സ്ഥലവുമായിട്ട് ബന്ധമില്ല. പിന്നെ നമുക്ക് മനസ്സിലായി ഇത് മുമ്പുള്ള ഫിഇലിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പൊ അത് മഫ്ഊൽ ലഹു ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ അഫീഫ്? അടുത്ത പാഠം പോലെ അടുത്ത മഫ്ഊൽ മുത്ലഖാണ്. യെസ്, ഓക്കെ, മാഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. നല്ല രീതിയിൽ പഠിക്കാനുള്ള ഓർമ്മ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു നസീബാക്കി തരട്ടെ. നല്ലോണം പഠിക്കുക, നല്ല നിലക്ക് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് മേടിക്കുക ഇൻഷാ അല്ലാഹ്. മഫ്ഊല് മുത്ലഖ്. ഇനി മഫ്ഊല് മുത്ലഖാണ്. അഫീഫ് എവിടെയാ സ്ഥലം എഴുതട്ടോ. മഫ്ഊല് മുത്ലഖ് മൂന്നാമത്തെ ഇതാണ് എന്ത്? മഫ്ഊല് മുത്ലഖ്. കുറുക്കഞ്ചേരി തന്നെ. ശരി. മഫ്ഊല് മുത്ലഖ് എന്താണ്? മഫ്ഊല് മുത്ലഖ് അത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഒരു പ്രവൃത്തി പറഞ്ഞിട്ട് ആ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ എണ്ണത്തെ വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഒരു വിഭാഗത്തെ വിശദീകരിക്കാൻ, ഇതിനായിരിക്കും എന്ത്? മഫ്ഊല് മുത്ലഖ് വരുന്നത്. മനസ്സിലാക്കി തരാം. ഉദാഹരണം നോക്ക്. സിർതു സൈറൻ, കണ്ടില്ലേ? സിർതു സൈറൻ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു?
സഞ്ചരിച്ചു. സിർത്തു ഞാൻ സഞ്ചരിച്ചു, സൈറൻ ഒരു സഞ്ചരിക്കൽ സഞ്ചരിച്ചു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സിർത്തു സൈറൻ നല്ല രീതിയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? പള്ളിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോയി, നല്ലോണം സഞ്ചരിച്ചു എന്നാണ്. അപ്പോ ഈ സിർത്തു എന്നതിനെ ശക്തിപ്പെടുത്താനായിട്ട് സൈറൻ വന്നു. മനസ്സിലായില്ലേ? സിർത്തു എന്നതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വരുന്ന മസ്ദറാണ് സൈറൻ എന്നുള്ളത്. അതാണ് മഫ്ഊല് മുത്തലഖ് എന്നുള്ളത്. അതായത് മഫ്ഊല് മുത്തലഖ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇതിനു മുമ്പുള്ള ഫിഇലിനെ വിശദീകരിക്കാൻ വേണ്ടിയാണോ വന്നേക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് മഫ്ഊല് ലഹുവാണ്. അതല്ല ഏതെങ്കിലും സമാനോ മക്കാനോമായിട്ട് ബന്ധമുണ്ടോ നോക്കുക, അങ്ങനെ മഫ്ഊല് ഫീഹിയാണ്. അതല്ലെങ്കിൽ സിർത്തു സൈറൻ എന്താണ്, ഞാൻ ഒരു സഞ്ചരിക്കൽ സഞ്ചരിച്ചു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ആ മസ്ദറായിട്ട് വന്നത് മഫ്ഊല് മുത്തലഖാണ്. ഇനി തവല്ലഅതു വുദൂഅൻ കാമില, ഞാൻ പൂർണ്ണമായ വുദൂ ചെയ്തു. കണ്ടോ, തവല്ലഅതു ഞാൻ വുദൂ ചെയ്തു, വുദൂഅൻ പൂർണ്ണമായ നിലക്ക്. അപ്പൊ അതിന് തഅക്കീദായിട്ട് വന്നേക്കുന്നതാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പൊ വുദൂഅൻ എന്ന മസ്ദർ അതിന് മുമ്പുള്ള തവല്ലഅതു എന്നതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പൊ അതെന്താണ്, മസ്ദർ മഫ്ഊല് മുത്തലഖാണ്. അപ്പൊ മഫ്ഊല് മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുക്കിറ ബഅദ ഫിഇലിഹി ലിബയാനി നൗഇൽ ഫിഇലി ഔ ലിതൗകീദിൽ ഫിഇലി ഔ ലിബയാനി അദദിഹി, അദദിനെ വിശദീകരിക്കാൻ വേണ്ടി, അതായത് എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിലോ ആ ഫിഇലിന്റെ ഒരു വിഭാഗത്തെ വിശദീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഫിഇലിനെ തഅക്കീദാക്കാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി. ഇതിനാണ് മഫ്ഊല് മുത്തലഖ് വരുന്നത്. മഫ്ഊല് മുത്തലഖിന്റെയും ഇഅ്റാബ് നസ്ബാണ്. മനസ്സിലായോ? ഇനി പറയണോ? അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. ആയിക്കോട്ടെ, ഇതാണ് കാറെന്ന് വാങ്ങണേ. അതാരാ? വിനീതോ? ക്ലാസ് വഴിമാറി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, മഫ്ഊല് മുത്തലഖ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സല്ലൈതു റക്അത്ത് മഫ്ഊല് മുത്തലഖ് ആയല്ലോ. എത്ര പാഠം മൊത്തം ഉള്ളത്? 11. ഇത്രയും പാഠം നിങ്ങൾ നോക്കുക. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠം എടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നോക്കുക. മനസ്സിലായി? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ക്ലാസ് ഒന്നും കൂടി കേൾക്കുക. മനസ്സിലായിട്ടില്ല ഒന്നുകൂടി കേൾക്കുക. ഇതിലുണ്ടാവും. നല്ലോണം പരിശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിക്കോ. ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് എടുക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്. ക്ലാസ് കഴിഞ്ഞപ്പോഴുള്ളത് നാളെ ഇൻഷാ അല്ലാഹ് 9 മണിക്ക് കേട്ടോ. ഇൻഷാ അല്ലാഹ്.